ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ പല ആൾക്കാർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ പടക്കോഴിയില്ല, അത് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ പൂവൻ കോഴീൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ഇത് ഒരു 70% ആൾക്കാർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. പക്ഷേ എന്നാൽ ചില ആൾക്കാർ നമ്മളിപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പൂവൻ കോഴീൻ്റെ ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു കസ്റ്റമർ എന്നെ വിളിച്ച്. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ 15 B380 കോഴീനെ വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കോഴിനെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് 15 B380 കോഴിനെ വേണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് 15-നകത്തൊരു 13 പടയും ഒരു 2 പൂവനും വേണം. അപ്പോൾ ഞാനോട് പറഞ്ഞ് നിങ്ങൾ ഈ 15 നിങ്ങൾ മുട്ടക്കല്ല എടുക്കുന്നത്, അങ്ങനെ 15 പടേനെ എടുത്തുകൂടെയും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അതല്ല ഏട്ടാ, സംഭവം ഇത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു 15-നകത്ത് 2 പൂവനെങ്കും ഇല്ലെങ്കിൽ കോഴി മുട്ടയിടൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പൂവൻ കോഴി ഇല്ലെങ്കിലും കോഴി മുട്ടയിടും. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും പൂവൻ കോഴീൻ്റെ ആവശ്യം എന്താണ് അത് ഇപ്പോഴും ചില ആൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിന്ന് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യുവകർഷൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ കോഴികളെ സെല്ല് ചെയ്യുന്നതിൻ്റെയും പിന്നെ നമ്മളെ കോഴികളെ ചെറിയ ചെറിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മുട്ടക്കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഈ ഡൗട്ട് എന്ന് പറയുന്നത് ഈ പൂവൻ കോഴി ഇല്ലാതെ മുട്ട എങ്ങനെ പടക്കോഴികൾ ഇടുന്നു എന്നുള്ളതാണ്. പടക്കോഴിൻ്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഓരോ 24, 25, 26 മണിക്കൂറിനുള്ളിൽ ഈ ഓരോ മുട്ടേൻ്റെ ഇതിങ്ങനെ രൂപപ്പെടും. ഈ നമ്മൾ മനുഷ്യനിൽ ഓവുലേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ഇതിൽ. അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മുട്ടയായിട്ട് മാറുകയും ചെയ്യാം. പൂവൻ കോഴി ഇല്ലെങ്കിലും പെൺകോഴി ഇങ്ങനെ, അതായത് ഈ പടക്കോഴി നമ്മളിങ്ങനെ മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ആ മുട്ട നമുക്ക് ഒരിക്കലും എന്താ പറയണ്ടേ വിരിയിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റില്ല. ആ മുട്ട നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്തിനാണ് ഇവിടെ പൂവൻ കോഴീൻ്റെ ആവശ്യം? പൂവൻ കോഴീൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ബീജസങ്കലനം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൂവൻ കോഴി നമ്മൾ പടക്കോഴിയായിട്ട് ഇണചേരുമ്പോൾ പൂവൻ കോഴിയുടെ ബീജം പെൺകോഴിയുടെ ശരീരത്തിലെത്തും. അങ്ങനെ അതിൽ നിന്ന് മുട്ട ബീജസങ്കലനം നടത്തിയിട്ട് ഈ എന്താ പറയണ്ടേ ആ ഇട്ട മുട്ട നമ്മൾ 21 ദിവസം അടവെച്ച് വിരിയിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും. അല്ലാതെ പൂവൻകോഴി ബീജസങ്കലനം നടത്താതെ മുട്ട നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിരിയില്ല. പക്ഷെ നമുക്ക് കഴിക്കാനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൂവൻകോഴിയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവൻകോഴി ഉള്ളിടയ്ക്ക് എപ്പോൾ ഒരു ആധിപത്യമുണ്ട്. ഈ പെക്കിംഗ് ഓർഡർ എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ നാടൻ കോഴിയൊക്കെയാണ് അധികം പൂവൻകോഴി ആൾക്കാർ വെക്കുക. കാരണം അവർക്ക് ഈ എന്താ പറയണ്ടേ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാടൻ കോഴീനെ അടിക്കാൻ അധികം ഇതുണ്ടാവുക, പൂവൻകോഴി ഉണ്ടാവുക. പിന്നെ വേറൊരു കാര്യം, ഈ പൂവൻ കോഴീൻ്റെ വെച്ചാൽ നമ്മൾ നാടൻ കോഴി മാത്രമല്ല, ഞാൻ പറയാൻ വിട്ട വേറൊരു കാര്യം, ഇപ്പം നമ്മളെ ഈ ഗ്രാമശ്രീ B380 എന്തായിക്കോട്ടെ അവർ പേരൻറ് സ്റ്റോക്കിൽ എപ്പോഴും ഈ ഒരു പൂവൻ കോഴി അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 10 കോഴിക്ക് ഒരു 2 പൂവൻ കോഴി എപ്പോൾ അവരെ പേരൻറ് സ്റ്റോക്കിലുണ്ടാകും. ആ മുട്ട മാത്രമേ നമുക്ക് എടുത്ത് വിരിയിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ നമ്മളെ കോഴിക്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പരുന്ത്, പൂച്ച, നായി അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഇവർ പെട്ടെന്ന് മുന്നേറിപ്പോടും. അവർ കുറച്ച് അഗ്രസീവ് ആയിരിക്കും. ബാക്കിയുള്ള പടക്കോഴികളെ പോലെ അവർ കുറച്ച് ചുറ്റുപാടൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് അവർ പെട്ടെന്നൊരു വാർണിംഗ് സിഗ്നലൊക്കെ കൊടുക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ കുറച്ചൊരു അഗ്രസീവ് ആയിരിക്കും അവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ കാര്യങ്ങൾ. കാരണം ഇത് ചെറിയൊരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പല ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഒരിക്കലും പൂവൻ കോഴീൻ്റെ ആവശ്യമില്ല. നമുക്ക് കോഴി മുട്ട ഇടണമെങ്കിൽ ഒരിക്കലും പൂവൻ കോഴീൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ മുട്ട വിരിയിപ്പിക്കണമെങ്കിൽ മാത്രം പൂവൻ കോഴീൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 20 കോഴിയുണ്ട്. 20 കോഴീൻ്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുട്ട ഡെയിലി എടുത്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂവൻ കോഴി പരമാവധി ഉപയോഗിക്കുക. കാരണം പൂവൻ കോഴി കൂട്ടിലുണ്ടായുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ നല്ലോണം തീറ്റയെടുക്കും. ഇപ്പോൾ നമ്മളെ കോഴീൻ്റെ അകത്ത് എന്താ പറയുക 20 കോഴീൻ്റെ അകത്ത് ഒരു 5 പൂവൻ കോഴി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 15 പടക്കോഴിയുള്ളൂ. അപ്പോൾ 15 പടക്കോഴിൻ്റെ അടുക്ക് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും മുട്ട? ഒരു 12, 13 മുട്ടയൊക്കെ ആയിരിക്കും. B380 കേസാണ് പറയുന്നത്. ഒരു 13 മുട്ടയൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ B380 ഇത്രയും പൂവൻ വരാൻ ചാൻസും കുറവാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ 12, 13 മുട്ട കിട്ടി. അവിടെ 20 കോഴിയുണ്ട്. 20 കോഴിക്ക് നമ്മൾ എത്ര തീറ്റ കൊടുക്കണം ഡെയിലി? പിന്നെ അവസാനം ഓക്കെ നമ്മൾ മുട്ടേൻ്റെ ബിസിനസ് ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അവസാനം നമുക്ക് ഈ പൂവൻകോഴി ഇറച്ചിക്കൊക്കെ കൊടുക്കുക. പക്ഷെ എന്നാലും നമുക്ക് ആ ഡെയിലി മുട്ടേൻ്റെ ഒരു ഉൽപ്പാദനം അവിടെ കുറഞ്ഞില്ലേ? എന്നാ പറയേണ്ട ഒരു 5 കോഴിയാട് വരുമ്പോഴേക്ക് 5 മുട്ട ഏകദേശം അതിൻ്റെ അകത്ത് ഒരു 4 മുട്ടയെങ്കിൽ പടക്കോഴി അതിന് പകരം ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 17 മുട്ടയെങ്കിൽ നമുക്ക് ആ കൂട്ടുന്ന കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ 12, ഏകദേശം 5 മുട്ട എങ്ങനെയാണ് അവിടെ കുറയും.
അല്ലേ 4-5 മുട്ട കുറയും. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടം എന്ന് പറയാൻ ഉദ്ദേശിച്ച് ഞാൻ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കേസിലാണ്. പക്ഷേ നമുക്കിത് അവസാനം ഇറച്ചിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം കിട്ടും. പക്ഷേ എന്നാലും നമുക്ക് മുട്ടേൻ്റെ ഒരു ആവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും കൂട്ടുന്ന ഒരു മുട്ട കിട്ടുന്നുണ്ടെങ്കിൽ പൂവൻ കോഴി ഇടാതിരിക്കുന്നത് നല്ലത്. നേരെ മറിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഈ ബ്രീഡിംഗ് സ്റ്റോക്ക് ആക്കിയിട്ട് പാരൻറ്റ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് 20 കോഴി ഉണ്ടെങ്കിൽ ഒരു 3-4 പൂവൻ കോഴിയെ കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ ആ മുട്ട നിങ്ങൾക്ക് വിരിയിപ്പിക്കാൻ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. പിന്നെ നമ്മുടെ യുവകാഷിനെ പേര് ഞാൻ പറഞ്ഞില്ല, വാട്സപ്പ് ചാനലുണ്ട്, പറ്റുവാണെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഇതുപോലെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതുപോലെ നല്ല നല്ല മുട്ടക്കോഴികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ അധികം നമ്മുടെ ഉണ്ടാവുക കൈരളി, സൊണാലി, ഗ്രാമശ്രീ, BV3 ഒക്കെ ഉണ്ടാവാറുള്ളത്. അത് സ്റ്റോക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഏതാണോ സ്റ്റോക്ക് ഉള്ളത് അത് അന്നേരം നമ്മൾ പറയുന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. കാരണം നമ്മൾ അധികം 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പ് ചാനലിൽ. പിന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ആ ഓരോ പ്രായം അനുസരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ 20 ദിവസം പ്രായമുള്ള 45 ദിവസം പ്രായമുള്ള കോഴിയൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിൽ നമുക്കൊരു 20 എണ്ണമൊക്കെ അയക്കാം. നേരെ മറിച്ച് 2 മാസമൊക്കെ ആയ കോഴിയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 10, 12, 13, 14 ആ റേഞ്ചിലൊക്കെ അയക്കാൻ പറ്റുള്ളൂ. ആ കോഴിയുടെ ഭാരവും അതിൻ്റെ ഒരു അന്നത്തെ നമ്മൾ അയക്കുന്ന സമയത്തുള്ള അതിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ബോക്സിൽ അത്ര പീസിനെ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഒരു ബോക്സ് നമുക്ക് ഡെലിവറി ചാർജായിട്ട് വരുന്നത് 350 400 വരെയൊക്കെ ഡെലിവറി ചാർജ് വരുന്നുണ്ട്. ഓക്കെ. ആ ഒരു ബോക്സിൻ്റെ അകത്താണ് ഇപ്പം നിങ്ങൾ 50 കോഴിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ വെച്ചാൽ 3 ബോക്സൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ 50 മേലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡെലിവറി ചാർജിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അത്രയേ ഉള്ളൂ. ഇത് ഏതായാലും ഞാൻ പറഞ്ഞത് ചെറിയ ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞത് എന്താ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.